ഗാന്ധിയെ വെടിവെച്ച നാഥുറാം ഗോഡ്സെ RSSന്റെ സജീവ അംഗമായിരുന്നു. ഇത് വർഷങ്ങളായി ഇന്ത്യയിൽ രാഷ്ട്രീയമായും ചരിത്രപരമായും വലിയ തർക്കത്തിന് കാരണമാകുന്ന ചോദ്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പുതിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നാഥുറാം ഗോഡ്സെയും സവർക്കറുടെ ബന്ധുവുമായ സത്യകി സവർക്കറും തമ്മിലുള്ള കുടുംബബന്ധം മാത്രമല്ല ഈ വാർത്തയിലെ ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിക്കെതിരെ സത്യകി സവർക്കർ നൽകിയ മാനനഷ്ട കേസിന്റെ ഭാഗമായി പൂനെ കോടതിയിൽ നടന്ന ക്രോസ് എക്സാമിനേഷനിലാണ് നാഥുറാം ഗോഡ്സെ RSSന്റെ സജീവ അംഗമായിരുന്നുവെന്ന് സത്യകി സവർക്കർ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഈ മൊഴി എന്താണ് പറയുന്നത്? ഗാന്ധിവധം നടന്ന 1948 മുമ്പുള്ള കാലഘട്ടത്തിൽ നാഥുറാം ഗോഡ്സെക്ക് RSSുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് പുതിയൊരു ആരോപണമല്ല. ചരിത്രകാരന്മാരും ഗവേഷകരും വർഷങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഗോഡ്സെ RSSൽ പ്രവർത്തിച്ചിരുന്നുവെന്നും പിന്നീട് ഹിന്ദു മഹാസഭയുമായി കൂടുതൽ സജീവമായി ബന്ധപ്പെട്ടുവെന്നും പറയുന്ന ചരിത്രരേഖകൾ നിലവിലുണ്ട്. അതേസമയം ഗോഡ്സെ പിന്നീട് RSS വിട്ടുവെന്ന വാദവും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ചോദ്യം, ഗോഡ്സെ RSS വിട്ടിരുന്നോ ഇല്ലയോ? ഇവിടെയാണ് ഇപ്പോഴത്തെ കോടതി മൊഴി രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാകുന്നത്. സത്യകി സവർക്കറുടെ ഗ്രാൻഡ് നെഫ്യൂ മാത്രമല്ല, നാഥുറാം ഗോഡ്സെയുടെ ഗ്രേറ്റ് നെഫ്യൂ കൂടിയാണ്. അതായത് ഗോഡ്സെയുടെ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് കോടതിയിൽ മൊഴി നൽകിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ഗോഡ്സെ RSSന്റെ സജീവ അംഗമായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വലിയ വാർത്തയാകുന്നത്? കാരണം RSSനും ഗാന്ധി വധത്തിനും ഇടയിലുള്ള ബന്ധം എന്ന വിഷയം ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ വിഷയങ്ങളിൽ ഒന്നാണ്. ഗാന്ധിയെ വെടിവെച്ചത് നാഥുറാം ഗോഡ്സെയാണ്. അത് ചരിത്രപരമായി സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ്. ഗോഡ്സെ ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നതും അറിയപ്പെടുന്ന കാര്യമാണ്. പക്ഷേ RSSുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ സ്വഭാവം 1948 സമയത്ത് ആ ബന്ധം എത്രത്തോളം നിലനിന്നിരുന്നു എന്നതുമാണ് പതിറ്റാണ്ടുകളെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡ്സെ RSS അംഗമായിരുന്നു എന്ന് തന്നെ പറയാം. ഗാന്ധിവധത്തിന് RSS സംഘടനയ്ക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നും പറയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലം, സത്യകി സവർക്കർ കോടതിയിൽ നൽകുന്ന മൊഴി ഒരു സാധാരണ ചരിത്ര പ്രഭാഷണത്തിന്റെ ഭാഗമല്ല. ഇതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിന്റെ ഭാഗമായുള്ള ക്രോസ് എക്സാമിനേഷനാണ്. 2023 ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ VD സവർക്കറെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് കേസിന്റെ പശ്ചാത്തലം. ഈ കേസിലെ ക്രോസ് എക്സാമിനേഷനിൽ ഇതിനു മുമ്പും സവർക്കറെ കുറിച്ച് ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബ്രിട്ടീഷ് സർക്കാരിന് ഒന്നിലധികം മെഴ്സി പെറ്റീഷൻ സവർക്കർ നൽകിയതായി സത്യകി സവർക്കർ സമ്മതിച്ചിരുന്നു. ജൂൺ മാസത്തിലെ കോടതിയിലെ മൊഴിയിൽ സവർക്കർ 10 ക്ലെമൻസി പെറ്റീഷൻസ് നൽകിയതായി അദ്ദേഹം സമ്മതിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ആ അപേക്ഷകളുടെ ഭാഷ ബ്രിട്ടീഷുകാരോടുള്ള അടിമത്തപരമായ അനുസരണത്തിന്റെ ഭാഷയായിരുന്നില്ലെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. അതായത് കോടതിയിലെ ഈ ക്രോസ് എക്സാമിനേഷൻ സവർക്കറുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചുള്ള നിരവധി പഴയ തർക്കങ്ങളെയും വീണ്ടും പൊതുചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഗോഡ്സെയിലേക്ക് വരാം. നമ്മൾ പലപ്പോഴും ചരിത്രത്തെ 2 എക്സ്ട്രീം നരേറ്റീവ്സായി കാണാറുണ്ട്. ഒന്ന്, ഗോഡ്സെ ഒരു RSS അംഗമായിരുന്നില്ല. മറ്റൊന്ന്, RSS തന്നെയാണ് ഗാന്ധിയെ കൊന്നത്. പക്ഷെ ചരിത്രം ഇത്ര ലളിതമല്ല. ഗോഡ്സെയുടെ വ്യക്തിപരമായ രാഷ്ട്രീയ യാത്രയിൽ RSS, ഹിന്ദു മഹാസഭ, ഹിന്ദു രാഷ്ട്രദൾ തുടങ്ങിയ സംഘടനകളുമായുള്ള ബന്ധങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുണ്ട്. ഗോഡ്സെ തന്നെ പിന്നീട് താൻ RSS വിട്ടുവെന്ന് പറഞ്ഞതായി രേഖകളുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായ ചില ഗവേഷണങ്ങളും കുടുംബാംഗങ്ങളുടെ പ്രസ്താവനകളും അദ്ദേഹം RSS വിട്ടിരുന്നില്ലെന്ന് അവകാശപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പുതിയ കോടതി മൊഴി വീണ്ടും വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. സവർക്കറെ സംരക്ഷിക്കാനായി കോടതിയിൽ കേസ് നൽകിയ സവർക്കറുടെ സ്വന്തം ബന്ധുവിന്റെ മൊഴിയിലാണ് ഗോഡ്സെയുടെ RSS ബന്ധത്തെക്കുറിച്ച് ഇത്തരമൊരു സമ്മതം വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും. കോൺഗ്രസ് ഇത് രാഹുൽ ഗാന്ധിയുടെ പഴയ ആരോപണങ്ങൾക്ക് പിന്തുണയുമായി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. RSSനെ പിന്തുണയ്ക്കുന്നവർ മറുവശത്ത് പറയുക സ്വാഭാവികമായും ഇതായിരിക്കും: ഗോഡ്സെയുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾക്ക് RSSനെ മുഴുവനായി ഉത്തരവാദിയാക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ ഒരിക്കലും RSSൽ ഇതിനുള്ള പങ്കിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഗാന്ധിവധം നടന്നതിന് ശേഷം RSSകാർ ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചുവെന്ന് നമ്മുടെ മഹാകവിയായ ONV ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം ഒരിക്കലും മാറ്റി എഴുതപ്പെടാൻ കഴിയില്ല.